പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആക്ഷൻസ് എടുക്കണോ? നമ്മൾ കൃത്യമായിട്ടുള്ള പ്രവൃത്തി ചെയ്യണോ എന്നുള്ളതാണ് ചോദ്യം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മളൊരു ഫ്രീ ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെക്കാം. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ലൈവ് ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് അത് നമ്മുടെ കൂടെ തന്നെ അറ്റൻഡ് ചെയ്യാം. അതുകൂടാതെ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന നെക്സ്റ്റ് ലെവൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന നമ്മുടെ പെയ്ഡ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പറ്റും. നിങ്ങൾക്ക് ആ പെയ്ഡ് ക്ലാസ്സിൽ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ വരുന്ന ടോപ്പിക് എങ്ങനെ പ്രോപ്പറായി ചിന്തിക്കാം, അലൈൻമെന്റ്, ഹീലിങ്സ് ഒക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പം താല്പര്യമുള്ളവർ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വഴി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഫ്രീ ക്ലാസ്സസും പെയ്ഡ് ക്ലാസ്സസും അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. എങ്ങനെ നമ്മുടെ ലൈഫിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയെന്നുള്ള ചോദ്യം നമുക്ക് എപ്പോഴും ഉണ്ടല്ലേ. ഹൗ ഹൗ എങ്ങനെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാം? അപ്പോൾ ചില ആളുകൾ പറയും ആക്ഷൻസ് കൂടെ എടുത്തുകൊണ്ട് നമുക്ക് ചെയ്താലേ നമുക്ക് കാര്യങ്ങൾ വർക്കാവും എന്ന് നമ്മൾ പല ആളുകളും പറയാറുണ്ട് അല്ലേ. യഥാർത്ഥത്തിൽ നമ്മൾ ആക്ഷൻസ് എടുക്കേണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ആക്ഷൻസ് എങ്ങനെ ആയിരിക്കണമെന്നും ആക്ഷൻസ് ഭയങ്കരമായി എടുക്കണോ എന്നുള്ളതൊക്കെയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ? വാട്ട് യു തിങ്ക് യു ബിക്കം. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് നിങ്ങൾ ആയിത്തീരുന്നു എന്നുള്ളതാണ് ലോ ഓഫ് അട്രാക്ഷൻ. നിങ്ങൾ എന്ത് ചിന്തിച്ചാലും നിങ്ങൾ ആയിത്തീരുന്നു എന്നുള്ളതാണ് ലോ ഓഫ് അട്രാക്ഷൻ. ഇതൊരു എനർജി ബേസ്ഡ് യൂണിവേഴ്സ് ആണ്. നിങ്ങളുടെ ഓരോ ചിന്തയും ഇലക്ട്രിക്കും മാഗ്നറ്റിക് സിഗ്നൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഒരുപാട് പല പല വീഡിയോസിലായിട്ട് നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. അപ്പോ പിന്നെ ആക്ഷൻ എടുക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഡിപ്പെൻഡ്സ് ആണ്. പ്രകൃതി ഇതൊരു സത്യമാണ്. നമ്മൾ എന്താണോ ആഗ്രഹിച്ചാൽ നമ്മുടെ ലൈഫിലേക്ക് വരും. ഹൗ എന്നുള്ളതും വെൻ എന്നുള്ളതും യൂണിവേഴ്സിന്റെ ഫ്രണ്ടിൽ ഒരു ചോദ്യമല്ല. അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കണം. അത് എങ്ങനെ, എപ്പോൾ, നിങ്ങൾ പ്രപഞ്ചത്തിന്റെ ഫ്രണ്ടിൽ ഒരു ചോദ്യമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അലൈൻഡ് ആയിട്ട്, ഒന്നാമത്തെ കാര്യം നിങ്ങൾ അലൈൻഡ് ആയിട്ട് മാത്രം, അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സുകൾ ചെയ്ത് നിങ്ങളുടെ ചിന്തകളൊക്കെ പരിവർത്തനം വരുത്തി പ്രോപ്പർ ആയിട്ട് നിങ്ങൾ മെന്റലി റെഡി ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ ആക്ഷൻ എടുക്കാവൂ. അത് എങ്ങനെയുള്ള ആക്ഷൻ, അത് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പോ കരിയർ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇപ്പൊ ഒരു PSC പഠനം, ഒരുപാട് ആളുകൾ PSC ജോലിക്ക് വേണ്ടിയൊക്കെ ട്രൈ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അവര് മാനിഫെസ്റ്റേഷൻ ചെയ്ത് അലൈൻഡ് ആയി കഴിയുമ്പോൾ അവർ പഠിക്കുന്നത് മാത്രം അവർക്ക് എക്സാമിന് വരും എന്നുള്ളതാണ് മാനിഫെസ്റ്റേഷൻ. അല്ലെങ്കിൽ അവരൊരു സെപ്പറേറ്റ് ടോപ്പിക്ക് ഈ അലൈൻഡ് ആയി കഴിഞ്ഞിട്ട് അവര് കൃത്യമായിട്ട് നോക്കിക്കഴിയുമ്പോൾ ഇന്നത് പഠിച്ചാൽ കൊള്ളാമെന്ന് യൂണിവേഴ്സ് അവരെ കൊണ്ട് തോന്നിപ്പിക്കുകയും അത് പഠിച്ച് എക്സാമിന് വരിക. കാരണം അവരെ പോലെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടായിരിക്കും മറ്റു പല ആളുകളും പോകുന്നത്. കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ടാവും, പക്ഷെ മിസ്അലൈൻഡ് ആണ്, അവരുടെ ചിന്തകളൊന്നും പ്രോപ്പർ ആയിരിക്കില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ചില ആളുകളുണ്ട് ഒരുപാട് പഠിച്ചിട്ട് ബിലീഫ് ഉണ്ടാക്കിയെടുക്കും. ആ ബിലീഫും നല്ലതാണ്. കാരണം എന്താണ്, ഞാൻ ഒരുപാട് പഠിച്ചു എന്നുള്ള ഒരു വിശ്വാസം, ആ വിശ്വാസത്തിലാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നത്. പഠിച്ചതിലല്ല, ആ വിശ്വാസത്തിലാണ്. അപ്പൊ അവർക്കും മാനിഫെസ്റ്റ് ചെയ്യും. അല്ലാതെ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സുകൾ ഒരുപക്ഷെ വർഷങ്ങളായിട്ടൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ ദിവസങ്ങളായിട്ടൊക്കെ ചെയ്ത്, മാസങ്ങളായിട്ടൊക്കെ ചെയ്ത് അലൈൻഡ് സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവർ പഠിക്കുന്ന ടോപ്പിക് എക്സാമിന് വരും എന്നുള്ളതാണ്. ഇങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. പിന്നെ പ്രത്യേകിച്ച് ഒരു ഗോൾ ഫോക്കസ് ഇല്ലാതെ ചെയ്യുന്ന ആളുകൾ ലോട്ടറി അടിക്കും. ഞാൻ പറഞ്ഞ ലോട്ടറി അടിക്കുന്ന ഒരു എക്സ്ട്രീം കേസാണ്. അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അലൈൻഡ് ആകുക, നമ്മുടെ ചിന്തകൾ കൺട്രോൾ ചെയ്യുക. പിന്നെ നമ്മുടെ പ്രവൃത്തി മേഖല, എന്നിട്ട് നമുക്ക് പല പ്രവൃത്തി മേഖലയും കാണില്ല, അത് അവിടെയൊക്കെ പ്രവർത്തിക്കുക. ഇതിനുശേഷം മാത്രം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളിപ്പോൾ ചിലപ്പോൾ 1, 2, 3 വരുമാന മാർഗങ്ങളൊക്കെ ഉണ്ടാവും. ഈ മാർഗങ്ങളിലേക്ക് എന്ത് ചെയ്യും? നിങ്ങളുടെ അലൈൻമെന്റ് കൂടിയെന്നല്ല, അലൈൻമെന്റ് പ്രോപ്പർ ആയി കഴിയുമ്പോൾ ഇവിടത്തൊക്കെ ഈ മേഖലയിലേക്കുള്ള വരുമാനങ്ങൾ നിങ്ങൾക്ക് എളുപ്പം കിട്ടാൻ തുടങ്ങും. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഈ മേഖലയിലൊക്കെയുള്ള വരുമാനം നിങ്ങൾക്ക് എളുപ്പം കിട്ടാനായിട്ട് തുടങ്ങും. ഇതാണ് നമ്മളുടെ അലൈൻമെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് തന്നെ ഒരുപാട് കേസ്, ഇപ്പം ബന്ധുക്കൾ പൈസ കൊടുത്തു, ചിലർക്ക് ലോട്ടറി അടിക്കുന്ന കേസൊക്കെ, സിനാരിയോസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇന്നതായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല, ഇന്നതായിരിക്കണമെന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. പിന്നെ വേണേ നിങ്ങൾക്ക് ചിന്തിക്കാം, കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്നു, എളുപ്പത്തിൽ ക്യാഷ് വരുന്നു, ഒരുപാട് കഷ്ടപ്പെടാതെ ക്യാഷ് വരുന്നു എന്നുള്ള ചിന്തകളും അതുമായിട്ട് ബന്ധപ്പെട്ട മാനിഫെസ്റ്റേഷൻ പ്രോസസ്സുകളും ചെയ്താൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്യാഷ് വരും. അപ്പം
അലൈൻഡ് ആയിട്ടേ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പൊ അലൈൻഡ് ആവുക, എന്നിട്ട് നിങ്ങളുടെ പ്രവൃത്തി മേഖലയിൽ പ്രവർത്തിക്കുക. യൂണിവേഴ്സ് നിങ്ങളെ കൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് തോന്നിപ്പിച്ച്, അല്ലെ, തോന്നലുകളിലൂടെ നിങ്ങൾക്ക് യൂണിവേഴ്സ് അത് യൂണിവേഴ്സിന്റെ ആഗ്രഹം എന്താണ്? നിങ്ങളും പ്രപഞ്ചവും ഒന്ന് തന്നെയാണ്, അല്ലെ? അപ്പൊ നിങ്ങളുടെയും പ്രപഞ്ചത്തിന്റെ ആഗ്രഹം നേടുക എന്നുള്ളതാണ്. അപ്പം ഏതെങ്കിലും രീതിയിൽ അത് നിങ്ങളുടെ ഫ്രണ്ടിൽ അത് റിയാലിറ്റി ആക്കി തരും. അതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഫ്രീ ക്ലാസ്, ലൈവ് ക്ലാസ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കമന്റ് സെക്ഷനിൽ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ജോയിൻ ചെയ്യുക, നിങ്ങൾ ജോയിൻ ചെയ്യുക. അതുകൂടാതെ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന നെക്സ്റ്റ് ലെവൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന പെയ്ഡ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനും ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ തന്നെ അതിന്റെ ഡീറ്റെയിൽസ്